മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ശ്രോതാക്കൾ ഇനി കാതോർത്തിരിക്കുന്നത് ഒളിമ്പിക്സ് വാർത്തകൾ കേൾക്കാനായിട്ടാണ് അല്ലെ. ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സിന്റെ ഒരു വലിയ വിശേഷമാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഭാഗ്യം നമ്മളെ തുണച്ചില്ല, ചിലർ പറയും ഭാഗ്യം നമ്മളെ തുണച്ചു എന്നൊക്കെ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന 100 മീറ്റർ ഓട്ടത്തില് നാടകീയമായിട്ടുള്ള ചില കാര്യങ്ങൾക്കാണ് ഒളിമ്പിക്സ് വേദി സാക്ഷ്യം വഹിച്ചത്. അതായത് 100 മീറ്റർ ഓടിയെത്താൻ നോഹ ലൈൽസിനും കിഷെയ്ൻ തോംസണും 9.79 സെക്കൻഡ് അവർക്ക് വേണ്ടി വന്നു. രണ്ടുപേരും ഒരുപോലെ എന്ത് ചെയ്തെന്നറിയാമോ? ഓടി എത്തി എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ രണ്ടുപേർക്കും ഒളിമ്പിക് മെഡൽ കൊടുക്കാൻ സാധിക്കുമോ? ഇല്ല. പക്ഷേ തങ്ങളിൽ ആരാണ് ഒന്നാമത് ഫിനിഷ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ടി വന്നത് 29.47 സെക്കൻഡാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒളിമ്പിക്സ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും നാടകീയമായിട്ടുള്ള ഫിനിഷിങ്ങിന് അതിനുശേഷമാണ് ഉത്തരം വന്നത്. സെക്കൻഡിന്റെ 5000 അംശത്തിന്റെ വ്യത്യാസത്തിൽ ലൈൽസ് ആണ് വേഗരാജാവ് എന്ന് ഒടുവിൽ എഴുതപ്പെട്ടു. എങ്ങനെയാണെന്നല്ലേ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. പുരുഷന്മാരുടെ 100 മീറ്റർ ഫിനിഷിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫിക് സയൻസിലൂടെ മാത്രമേ സാധിച്ചുള്ളൂ എന്ന് എടുത്തു പറയണം. ഒമേഗ കമ്പനിയാണ് 1932 മുതൽ ഒളിമ്പിക്സുകളുടെ ടൈം കീപ്പർ എന്നറിയപ്പെടുന്നത്. പാരീസിൽ അവർ സ്കാൻ ഓവിഷൻ അൾട്ടിമേറ്റ് എന്ന അൾട്രാ ഹൈ സ്പീഡ് ക്യാമറയാണ് അവതരിപ്പിച്ചത്. സെക്കൻഡിൽ 40,000 ഫോട്ടോകളാണ് ഈ ക്യാമറ പകർത്തുക. മുൻപുണ്ടായിരുന്ന ക്യാമറയ്ക്ക് സെക്കൻഡിൽ 10,000 ഫോട്ടോകളെ പകർത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇത്തരം ക്യാമറകൾ പകർത്തുന്ന ചിത്രങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ കമ്പ്യൂട്ടർ വിഷൻ ടെക്നോളജിയിലൂടെ ആഴത്തിൽ വിലയിരുത്തും. നോഹയുടെയും കിഷെയിന്റെയും ക്ലോസ് ഫിനിഷിൽ സമയത്തിന്റെ മുടിനാരിഴ കീറിയുള്ള പരിശോധന വേണ്ടി വന്നു. 3 വിധികർത്താക്കളും 3 ക്യാമറകളും ഓപ്പറേറ്ററും പണിയെടുത്തു. ഫിനിഷിന് ശേഷമുള്ള 29.47 സെക്കൻഡുകളിൽ 3 തവണ അവർ ആ ഫിനിഷ് കണ്ടു. കിഷെയ്ൻ തോംസൺ ആണ് ജയിച്ചതെന്ന് എല്ലാവരും കരുതിയ സമയത്ത് ക്യാമറകൾ പക്ഷേ നേരെ തിരിച്ചാണ് കണ്ടെത്തിയത്. മുന്നോട്ട് ആഞ്ഞു കുതിച്ച നോഹ ലൈൽസിന്റെ ചുമലും നെഞ്ചും കിഷെയിന്റെ കാലുകൾക്ക് മുന്നേ ഫിനിഷ് ലൈൻ കടന്നിരിക്കുന്നു. സ്വർണത്തിനും വെള്ളിക്കുമിടയിൽ 0.005 സെക്കൻഡ്. ഒന്ന് ഓർത്തു നോക്കേ, അവിടെ വിധി എന്നൊന്ന് നോഹ ലൈൽസിനൊപ്പമായിരുന്നു. എന്തായാലും ഇതുപോലെ ഒരുപാട് രസകരമായിട്ടുള്ള വാർത്തകളാണ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും കേൾക്കാനേറെ ബാക്കി. സോ ഇന്നത്തെ മധുര നാരങ്ങ അവസാനിക്കുന്നു. നമ്മൾ നാളെ വീണ്ടും കേട്ടുമുട്ടും മറ്റു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായി. അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും നേരുന്നതോടൊപ്പം തൽക്കാലം ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് വിടവാകുന്നു. അപ്പോൾ നമ്മൾ നാളെ വീണ്ടും കേട്ടുമുട്ടും. അതുവരേക്കും സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈവ് വിത്ത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈവിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം. റേഡിയോ ലൈവ് UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.